ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നമ്പർ പ്ലേറ്റ് പൊട്ടിയ പരിപാടി. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. സോ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് ഒരു 8 മണിക്കാണ് എനിക്ക് റൂം കിട്ടിയത്. എൻ്റെ ഒരു കൊച്ചു മണ്ടത്തരം കാരണം കൊണ്ട് ഞാൻ കുറേ തപ്പി അലഞ്ഞ് മടുത്തിട്ടാണ് ഒരു റൂം കിട്ടിയത്. സോ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തുവ എന്ന് പറഞ്ഞ സ്ഥലവും കഴിഞ്ഞിട്ട് ഒരു അറൗണ്ട് 20-25 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ടാവും കാത്തുവ കഴിഞ്ഞിട്ട്. സോ ഞാൻ ബേസിക്കലി പത്താൻകോട്ടിലാണ് ഈ നിൽക്കാനുള്ളൊരു പ്ലാൻ, എൻ്റെ ഇനീഷ്യൽ പ്ലാൻ. ബട്ട് ഞാൻ അവിടെ നേരത്തെ എത്തി, ഒരു 5:30 ടൈമിലൊക്കെ എത്തി. ഞാൻ ആലോചിച്ചു എന്തായാലും റൂമൊക്കെ തപ്പാമെന്ന് വിചാരിച്ചതാണ്. പത്താൻകോട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ഭയങ്കര തിരക്ക്, ഒരു ടൗണ് പോലെ. പിന്നെ എനിക്കവിടെ റൂമൊക്കെ തപ്പാനൊക്കെ ഒരു മടി പോലെ തോന്നി. ഞാൻ എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് ഉദ്ധംപൂർ റോഡ് എടുത്തു. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിലൊക്കെ വളരെ കുറച്ച് ഹോട്ടൽസേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു മണ്ടത്തരവും കാണിച്ച് ഞാൻ വല്ല പെട്രോൾ പമ്പ് തപ്പണമായിരുന്നു. ഞാൻ പെട്രോൾ പമ്പ് കിട്ടുമെന്നറിയില്ല, നോക്കട്ടെ. അല്ലെങ്കിൽ തിരിച്ചു പോയി പെട്രോൾ അടിക്കേണ്ടി വരുമോ? അയ്യോ, അപ്പോൾ എന്തായാലും പോയി തിരിച്ചു പോയി പെട്രോൾ അടിക്കേണ്ടി വരും. പത്ത് മീറ്റർ മുമ്പ് എനിക്കൊരു കുറച്ച് ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി ആക്ച്വലി, ഇല്ലെങ്കിൽ അതും കൂടി കിട്ടിയേനെ. എൻ്റെ വണ്ടിയുടെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവുന്ന കുറേ സന്ദർഭങ്ങളുണ്ടാവും. സോ അതിലൊന്നായിരുന്നു ഇത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല. സോ എൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അതിൻ്റെ മൈക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം കയറി ക്യാമറ നശിക്കും. സോ ബെറ്റർ മഴ വരുന്ന സമയത്ത് മൈക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ റോഡ് മെയിൻ ഹൈവേ അല്ല, നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. അവിടെ ലോക്കലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നല്ല റോഡാണ് പറഞ്ഞു. അതുമാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ ഹോട്ടലിൻ്റെ ഓണറോട് ചോദിച്ചു, ഓണറായിരിക്കണം അല്ലെങ്കിൽ മാനേജർ. അപ്പോൾ പുള്ളിയും പറഞ്ഞത് നല്ല റോഡാണ്, കുഴപ്പമില്ല. സോ നമുക്ക് മെല്ലെ മൈക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് വ്യൂസ് മാത്രം കാണാം. देखता हूँ श्रीनगर तक आज देखना पड़ेगा, नहीं तो उधमपुर एटलीस्ट, वो तो नज़दीक है ना उधमपुर, 50 किलोमीटर. देखता हूँ, नहीं तो बीच में रुकता हूँ. चलता है सी. ഓ മൈ ഗോഡ്, എന്തൊക്കെയാ നടന്നത് ഒന്നും പറയാൻ വയ്യ. സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മുൻപ് ബൈക്കിൻ്റെ ബാക്ക് ടയർ പഞ്ചറായി. അതിൽ ഒരു ചെറിയ ആണി കയറിയതാണ്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആ റോഡിൽ നിന്നപ്പോൾ ഒരു 2-3 ട്രക്കുകാരൊക്കെ നിന്നിട്ട് അടുത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് പങ്ക്ചർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയും ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാഗ് കെട്ടി വെച്ചിട്ട് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് അതൊരു ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ നിന്ന് കൈ കാണിച്ചപ്പോൾ ഒരു ബൈക്കുകാരൻ നിർത്തി. അയാൾ തൊട്ടപ്പുറത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ തന്നെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു അപ്പുറത്ത് പഞ്ചർ ഷോപ്പ് ഉണ്ട്, നമുക്ക് പോയിട്ട് പഞ്ചർ ഒട്ടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബാഗെല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. പുള്ളിക്കാരൻ ബാഗുമായിട്ട് ഫ്രണ്ടിൽ പോവുകയും ചെയ്തു. ഞാൻ വണ്ടിയിൽ സാഡിൽ ചെയ്തിട്ട്, കാരണം ബാക്ക് ടയറിൽ പ്രഷർ കൊടുക്കാൻ പാടില്ലല്ലോ, സോ ഞാൻ സാഡിൽ ചെയ്തിട്ട് 1.5 കിലോമീറ്ററോളം പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ മൊബൈൽ ഫോൺ ഞാനെല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്ത് വെച്ചതാണ്. ബട്ട് സംഹൗ ഞാൻ സ്ലോ ആയിട്ട് ഓടിക്കണ സമയത്ത് ഒരു ചെറിയൊരു കുഴിയിൽ ചാടിയപ്പോൾ ഫോണ് താഴ്ത്തു വീണു. അവിടെ ആ കണ്ട പഞ്ചർ ഷോപ്പിൻ്റെ ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറത്താണ് വീണത്. അപ്പോൾ ഞാൻ നേരെ പഞ്ചർ ഷോപ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തിരിഞ്ഞ് എന്താ പറയുക, എൻ്റെ കൂടെ വന്ന ആ പുള്ളിക്കാരൻ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഫോൺ അപ്പുറത്ത് വീണിട്ടുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി തിരിച്ചു വന്നപ്പോൾ ഫോൺ അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ആകെ ടെൻഷനായി. കാരണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഫോണും പോയി, നമ്മുടെ വണ്ടി പങ്ക്ചറുമായി, എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ലാതായിരുന്നു. ഞാൻ പിന്നെ പഞ്ചർ ഷോപ്പുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഡിസ്ക് ഊരാൻ പറ്റൂല എന്ന്, അടുത്ത പണി. ബട്ട് ലക്കിലി അവിടെയുള്ളൊരു വയസ്സായ ഒരാൾ, പുള്ളിക്കാരൻ്റെ അപ്പുറത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം പഞ്ചാബി കേട്ടോ. നമുക്ക്
കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ, ഏകദേശമൊക്കെ തിരിയും, പക്ഷേ അവർ പറയുന്ന എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പുള്ളി പറഞ്ഞു ഒരു ലോറി ഡ്രൈവർകാരൻ എടുത്തു, പുള്ളി അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ അത് അയാളുടെ മൊബൈലാണെന്ന്. അപ്പോൾ താഴെ വീണപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോയത് അയാളെ കണ്ടു. അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞ് ഈ നാട്ടിൽ അതിപ്പോൾ സ്വന്തം ഇവിടുത്തുള്ള ആൾക്കാരാണെങ്കിലും ശരി, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ശരി, ഈ നാട്ടിൽ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തന്നിട്ട് ഞങ്ങൾ എന്താ പറയുക ഇരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കാകെ ടെൻഷനാവാൻ തുടങ്ങി. കാരണം എൻ്റെ ബൈക്കും പഞ്ചറായി, ഫോണും പോയി. എന്താ ചെയ്യാമെന്നറിയില്ല. ഈവൻ ദോ എൻ്റെ മെയിൻ ഫോൺ ഇതല്ലെങ്കിലും ആകെ ഒരു ടെൻഷനായി. ഞാനിപ്പോൾ ആര് പറയുന്ന വിശ്വസിക്കണ്ടേ, ഇനിയിപ്പോൾ ഇവർ പറയുന്നത് വിശ്വസിക്കണോ അതോ ഫോണ് പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് നമ്മുടെ ശ്രീനഗറിലേക്ക് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അവർ പറഞ്ഞു ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ഒരു 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 പയ്യൻ സ്കൂട്ടർ എടുത്തിട്ട് കയറി, നമുക്കിപ്പോൾ തന്നെ അവനെ പോയി പിടിക്കാമെന്ന് പറഞ്ഞു. ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ 2 കിലോമീറ്റർ ബാക്കിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇയാൾ ആ ചെക്ക് പോസ്റ്റ് വിളിച്ചിട്ട് ആ ലോറിയെ തടുത്തു. ഞാൻ ആ പുള്ളിക്കാരൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് നേരെ അങ്ങോട്ട് പോയി ആ പോലീസിൻ്റെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അവർ പറയുന്നത് ഞങ്ങളല്ല എടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ഈ ലോറി അല്ല, വേറെ ലോറി വന്നവരെടുത്തതെന്ന് പറഞ്ഞു. പോലീസുകാരുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ കാര്യം പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ആ ഫോണിലേക്ക് വിളിക്ക്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. സോ ആരോ അത് സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ പോയി. ശരി, ഇനിയിപ്പോൾ അത് നഷ്ടം സഹിച്ചോളാം. ഇതൊരു സെക്കൻഡറി ഫോണാണ് എൻ്റെ, എനിക്ക് മാപ്പും നാവിഗേഷനൊക്കെ ആവശ്യമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് കരുതി ഞാൻ ആ കവല വന്നപ്പോൾ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവിടുത്തെ നാട്ടുകാരൊട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കാണെങ്കിൽ ഈ പഞ്ചർ ഒട്ടിക്കേണ്ട ടെൻഷനും കൂടി. കാരണം പഞ്ചറിൻ്റെ ഡിസ്ക് ഊരണം ആ പഞ്ചർ ഷോപ്പിൽ ചെയ്തു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഒന്നും നോക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ഫോൺ കണ്ടുപിടിക്ക്, പഞ്ചർ നമുക്ക് എങ്ങനെയെങ്കിലും ഒട്ടിക്കാമെന്ന് പറഞ്ഞു. അവസാനം ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പോലീസ് ചെക്ക് പോസ്റ്റിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടി. അവസാനം സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടി. ഇനി നെക്സ്റ്റ് ടാസ്ക് ആയിരുന്നു പഞ്ചർ ഒട്ടിക്കേണ്ടത്. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക്. എന്താ പറയുക, അടുത്ത പഞ്ചർ ഷോപ്പിലേക്ക് പോകാൻ തന്നെയുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ടയർ ഇൻഫ്ലേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. അവസാനം അവിടുത്തെ പഞ്ചർ ഷോപ്പുകാരൻ പറഞ്ഞു ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് പഞ്ചർ ഷോപ്പ് കിട്ടും. വണ്ടി സാഡിൽ ചെയ്തിട്ട് തന്നെ ഈ 3 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പം കണ്ട ലൊക്കേഷനിൽ ഞാൻ പഞ്ചർ ഒട്ടിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു 3-3.5 മണിക്കൂർ എൻ്റെ വെറുതെ നഷ്ടമായി. രാവിലെ 7:30 ഇറങ്ങിയതാ, 8 മണിക്ക് ഇറങ്ങിയതാ. ഇതിപ്പോൾ 12:44. ഇതുവരെ ഞാൻ 2 ചായയും 4 ബിസ്ക്കറ്റുമാണ് കഴിച്ചിരിക്കുന്നത്. നോക്കട്ടെ ഫ്രണ്ടിലോ അല്ല കട കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ശ്രീനഗറിലേക്ക് പോകാൻ പറ്റുമോ നോക്കണം. ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോർമലി കുറ്റം പറയുന്നതല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇത്രയും ഹെൽപ്പ് ചെയ്യുമെന്നൊന്നും എനിക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട്ഫുള്ളാണ്. നമ്മളൊട്ടും പരിചയമില്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അലോയ് ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ശ്രീനഗറിലേക്ക് ഇനി ഏകദേശം 230 കിലോമീറ്ററാണ്. ഞാൻ ശ്രീനഗർ അല്ല ആക്ച്വലി ഡെസ്റ്റിനേഷൻ ഇട്ടത്, ഇവിടുന്ന് സോൻമാർഗായിരുന്നു. സോൻമാർഗിലേക്ക് ഇനി അറൗണ്ട് 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എനിക്കറിയില്ല ഞാൻ ഓടിയെത്തുമെന്ന്. നമ്മളിപ്പോൾ ഉദ്ധംപൂരൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കടയിൽ നിർത്തി കുറച്ച് മാഗിയും പിന്നെ ഒരു ഓംലെറ്റും ചായയൊക്കെ കുടിച്ചു. പെട്രോള് മാക്സിമം ഞാൻ ഫില്ലപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവൻ ഞാൻ വന്ന റോഡ് കുറച്ച് റിമോട്ട് ഏരിയ ആയിരുന്നു, അവിടെ എല്ലാം പെട്രോൾ പമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് സീനില്ല. ഒരു രക്ഷയില്ല കേട്ടോ, എന്ത് ടണലത്. ഞാനത് പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ജമ്മു ശ്രീനഗർ ഹൈവേ ഫുള്ള് ടണൽസാണ്, മൊത്തം ടണൽ കയറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ ഈ റോഡ് ഫുള്ള് ഘാട്ട് റോഡായിരുന്നു. പക്ഷെ ഞാൻ ഇതിലൊരു സാധനം മിസ്സിങ് ആയിട്ട് തോന്നുന്നത്, ഇതിലൊരു ഫാൻ സിസ്റ്റം ഉണ്ടാവും. അത് അങ്ങനെ കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ കാണാത്തതാണ്. ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റില്ല ഇതിൽ. 50 ആണ് ഇവരുടെ റേഞ്ച് പറയുന്നത്. അകത്തെത്തുന്തോറും ഇത് ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ. അടൽ ടണലിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് പുറത്ത് വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്ന്. അറൗണ്ട് 5 to 7 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. എനിക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കിയില്ല കയറിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു.
സോ നമ്മളിപ്പോൾ ഏകദേശം ശ്രീനഗർ എത്താറായി. ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് മുമ്പാണിത്. വരുന്ന വഴിയെല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. കുറേ ദൂരം ഓഫ് റോഡ് പോലത്തെ പാച്ചുകൾ ഉണ്ടായിരുന്നു. അത് വരാൻ കാരണം തന്നെ കൺസ്ട്രക്ഷൻസാണ് മെയിനായിട്ട്. ഒരു 4 ടണലെങ്കിലും ഇപ്പോൾ കയറിയിട്ടുണ്ടാവും. അതിൽ 2 ബിഗ് ടണൽസ്, എന്താ പറയുക, കിലോമീറ്ററുകളുള്ള ടണലായിരുന്നു. ഒരു മിനിമം എനിക്ക് തോന്നുന്നു, ഐ എം നോട്ട് റോങ്, ഒരു 3 to 5 കിലോമീറ്റേഴ്സ് എങ്കിലും ആ 2 ടണലെങ്കിലും ഉണ്ടാവും. അതല്ലാതെ വേറെ 2 ചെറിയ ചെറിയ ടണൽസ്, ഓരോ 1 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ള 2 ടണൽസും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും ഈ വഴി അങ്ങ് ഷോർട്ടനായത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ചുറ്റേണ്ടി വന്നതിന്. എന്തായാലും ഇവിടുത്തെ ഡെവലപ്മെൻ്റ് ഒക്കെ ഇങ്ങനെയാണ്. അതുമാത്രമല്ല ഇവിടുത്തെ രക്ഷയില്ലാത്ത വ്യൂസാണ്. അമ്മേ, എങ്ങോട്ട് നോക്കിയാലും ഇത് വേറെ ഏതോ രാജ്യം പോലെയാണ് തോന്നുന്നത്. ഈ ടൈപ്പ് കൃഷിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ബട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ വീടുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ വീട് കണ്ടില്ലേ, എന്ത് അടിപൊളിയാണ് കാണാൻ. ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ദാലേ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ. നാളെ കാർഗിലായിരിക്കണം ലക്ഷ്യം. സോ മെല്ലെ കറങ്ങിയിട്ടൊക്കെ പോകുള്ളൂ നാളെ. എൻ്റെ ചെയിൻ ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ലൂബ്രിക്കേഷൻ കുറഞ്ഞതുകൊണ്ടായിരിക്കണം. ഞാൻ എന്തായാലും 40 കിലോമീറ്റർ അല്ല, അത് വലിയ സീനില്ല. എന്തായാലും പോയിട്ട് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യേണ്ടി വരും. വണ്ടി ഫുൾ അഴുക്കാണ്. 32 കിലോമീറ്റർ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൈം അറൗണ്ട് 5:30 ആയി. ഐ തിങ്ക് ഒരു 6 മണി 6-6:15 ഉള്ളിൽ ഞാൻ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതുകൊണ്ടാണ് കുറച്ചൊരു സമയം വൈകിയത്. അല്ലെങ്കിൽ ഞാൻ 5:30 തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ എത്ര ചാടി പിടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും വെളിച്ചമുണ്ട്. വെളിച്ചം പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കയറുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും. എന്ത് രസമായിരിക്കും കാണാൻ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അറൗണ്ട് 600 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ചണ്ഡീഗഡിൽ നിന്ന് എടുത്തിട്ട് വണ്ടി. ഇന്നലെ അറൗണ്ട് 250 കിലോമീറ്റേഴ്സോളം വന്നു. ഇന്ന് 350 കിലോമീറ്റേഴ്സ് ഒന്നും വന്നിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് സോൻമാർഗിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലത്തുള്ള സംഭവവികാസങ്ങൾ കൊണ്ട് എനിക്ക് സോൻമാർഗ് എത്താൻ പറ്റുമെന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്ന് നല്ലതാണ്. കാരണം സോൻമാർഗിലൊക്കെ നല്ല റേറ്റാണ് ഹോട്ടൽസിനെല്ലാം. ശ്രീനഗറിൽ അത്രയും ഇല്ല. സ്മൂത്ത് റോഡാണ്. ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സിന് മേലെ സ്മൂത്ത് റോഡ്. ശ്രീനഗർ വരെയും ഈ സ്മൂത്ത് റോഡാണെന്ന് തോന്നുന്നു. കാശ്മീരിൽ സാഫ്രോൺ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. കേസർ മെഹൽ കണ്ടില്ലേ, കേസർ പാലസ്. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റുകൾ, ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഒക്കെ വില്ലോസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും സ്പോർട്സിൻ്റെ ഷോപ്പാണ്. ഇങ്ങനെ ഇവിടെ ചീപ്പായിരിക്കണം.